ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു Malabar. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവർക്കുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് നിങ്ങൾ ഈ ഫ്രൂട്ട്സ് ഷോപ്പിൽ പോയി ചോദിച്ചാൽ ഈസി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. മുന്നേ ഒന്നും ഇത് അങ്ങനെ കിട്ടിയിരുന്നില്ല, കാരണം ഇതൊരു ഫോറിൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റുള്ള ഫ്രൂട്ടൊന്നുമല്ല. ഒരു മധുരമോ പുളിയോ കയ്പോ ഉപ്പോ ഒന്നുമില്ലാത്ത ഒരു സ്പെഷ്യൽ ഫ്രൂട്ടാണ്. പക്ഷേ ഇതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഷെയ്ക്കായിട്ടും പിന്നെ പുഡിങ്ങൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഫ്രൂട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോവും, അത്ര ഭംഗിയാണ് ഈ ഫ്രൂട്ട് കാണാനായിട്ട്. പക്ഷെ കുട്ടികൾക്ക് കൊടുത്താൽ അവരത് കഴിക്കാൻ മടി കാണിക്കും, കാരണം ഒരു പ്രത്യേക ടേസ്റ്റൊന്നും ഇതിനില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷെയ്ക്കായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരത് കുടിക്കും ചെയ്യും, പിന്നെ അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ? ഇതിപ്പോൾ എല്ലാ ഷോപ്പിലും കിട്ടുന്നുണ്ട്. മുന്നേ കിട്ടിയിരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫോറിൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ 3 ടൈപ്പിൽ വരുന്നുണ്ട്. ഉൾവശം വൈറ്റ് കളറിലും പിന്നെ ഈ പുറം ഭാഗത്ത് കാണുന്ന ഒരു പിങ്ക് കളറില്ലേ, ആ പിങ്ക് കളർ തന്നെ ഉൾവശം വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട്. പിന്നെ ഈ ഉൾവശം വൈറ്റും പിന്നെ പുറത്തെ തൊലി യെല്ലോ കളറായിട്ട് വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട്. അങ്ങനെ 3 ടൈപ്പിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നത്. ഇത് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് തായ്ലാൻഡാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മുന്നേ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഈ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഫ്രൂട്ടും ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തണുപ്പിച്ച പാല് ചേർക്കണം. നല്ല തണുപ്പിച്ച പാൽ തന്നെ ചേർക്കണം കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പിച്ചിട്ട് നല്ല കട്ടയായ പാലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ നല്ല തിക്കായിട്ട് കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല കട്ടയായിട്ടുള്ള പാല് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇത് വീട്ടിലുള്ള പാൽപ്പൊടി യൂസ് ചെയ്തിട്ട് 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുത്തതാണ്. ഇത് നല്ല എളുപ്പമാണ്. ഇപ്പോൾ എല്ലാ വീട്ടിലും എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമുക്ക് മിൽക്ക് പൗഡർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്, ഒരു ഫ്ലേവറിനായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരു പ്രത്യേകിച്ച് ഒരു ഫ്ലേവറൊന്നും ഇല്ല, പക്ഷേ എന്നാലും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ടേസ്റ്റ് ഇത് കഴിക്കുന്ന ഇടയ്ക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫ്ലേവർ ഇട്ട് ചെയ്യുന്നത് നല്ലതാണ്. വാനില എസൻസ് ആവും ഒന്നും കൂടെ നല്ലത്. ആദ്യമായിട്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് ഉണ്ടാക്കിയപ്പോൾ എസൻസ് ചേർക്കാതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ വാനില എസൻസ് ചേർത്തിട്ട് ഉണ്ടാക്കിയപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഒരു അല്പം ചേർത്താൽ മതി. ഒരു മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരോ കേൾക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് ഇതൊന്ന് മേടിക്കുക. കാരണം ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നിങ്ങൾ അറിയുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു മെജോറിറ്റി പേർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവാറില്ല. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാതെ വരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.